ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്ര പഠനം ഭാഗം 71. അമ്മേ നാരായണ. ദേവിയുടെ 971 നാമം. സുവാസിന്യർച്ചന പ്രീത. സുവാസിനിമാരാൽ അർച്ചിക്കപ്പെടുന്നതിൽ പ്രീതിപ്പെടുന്ന ദേവി ലളിതാംബിക. ആരാണ് സുവാസിനി? നന്നായി വസിക്കുന്നവൾ, ഐശ്വര്യസമ്പൂർണമായ ജീവിതം നയിക്കുന്നവളാണ് സുവാസിനി. ദേവീ ഭക്തർക്ക് അവശ്യം വേണ്ട ഗുണങ്ങളാണ് ശരീരശുദ്ധി, മനഃശുദ്ധി, നിഷ്കളങ്കമായ ഭക്തി എന്നിവ. ഇതാണ് ദേവിക്ക് നൽകാവുന്ന ഏറ്റവും വലിയ തർപ്പണങ്ങൾ. പണ്ട് ഐശ്വര്യപൂർണമായ ജീവിതം എന്നുള്ളതുകൊണ്ട് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ദീർഘസുമംഗലിയായിരിക്കുക എന്നൊരു വ്യാഖ്യാനമുണ്ടായിരുന്നു. അപ്പോൾ സുവാസിനി എന്നാൽ ദീർഘസുമംഗലി എന്ന അർത്ഥവും, സുമംഗലിമാരാൽ പൂജിക്കപ്പെടുന്നതിൽ സന്തോഷിക്കുന്ന ദേവി എന്നൊരു വ്യാഖ്യാനം കൂടെ ഈ നാമത്തിന് നൽകാം. 972 നാമം ആശോഭന. ദേവിയുടെ ശരീരത്തിൻ്റെ പ്രഭയെപ്പറ്റി പലപ്പോഴായിട്ട് ലളിതാ സഹസ്രനാമത്തിൽ വർണ്ണിക്കുന്നുണ്ട്. അരുണവർണ്ണമുള്ള ദേവി ലളിതാംബിക. ചെമ്പരത്തിപ്പൂവിനെയും ചെറ്റിപ്പൂവിനെയും പോലെ ചുവന്ന തിളങ്ങുന്ന ശരീരത്തോടു കൂടിയ ദേവി ലളിതാംബിക. ആ ദേവിയെ ആ ശോഭന എന്ന് വിളിക്കുന്നു. ആ പ്രത്യയം കൊണ്ട് ശോഭിക്കുക എന്ന ആ വിശേഷണത്തെ ഒന്നുകൂടെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലേക്ക് എത്തിക്കുകയാണ്. 973 നാമം ശുദ്ധമാനസ. ഇന്ദ്രിയങ്ങളുടെ ആവശ്യമനുസരിച്ച് സഞ്ചരിക്കുമ്പോഴാണ് മനസ്സ് മലീമസമാകുന്നത്. ദേവി ഇന്ദ്രിയങ്ങൾക്ക് മേൽ നിയന്ത്രണമുള്ളവളാണ് എന്ന് പലപ്പോഴായി വർണ്ണിച്ചിട്ടുണ്ട്. ഇന്ദ്രിയങ്ങളെ ജയിച്ച ദേവിയാണ് ശുദ്ധമാനസ. ഇതേ ചിത്തശുദ്ധിയോടെ മാത്രമേ ദേവിയെ നേടാനാകൂ. നിർമ്മലമായ മനസ്സുള്ള ദേവിയെ ഭജിക്കുന്നതിലൂടെ ഭക്തനും ഈ നൈർമല്യം പകർന്നു കിട്ടുന്നു. 974 നാമം ബിന്ദു തർപ്പണ സന്തുഷ്ട. ശ്രീചക്ര നവവാരണ പൂജ. ശ്രീചക്രത്തെ പറ്റി നമ്മൾ പറഞ്ഞു. ശ്രീവിദ്യാതന്ത്രത്തിലെ ഒരു പ്രധാന യന്ത്രമാണ് ശ്രീചക്രം. ഈ യന്ത്രത്തിന് 9 ആവരണങ്ങളുണ്ട്. 9 ആവരണങ്ങളുള്ള ഈ ശ്രീചക്രത്തിൽ വസിക്കുന്ന ശക്തിയെ, ആദിപരാശക്തിയെ, ശ്രീ ലളിതാംബികയെ പൂജിക്കുന്നതാണ് നവവാരണ പൂജ. ഈ പൂജയിൽ ശ്രീചക്രത്തിലെ നടുവിലെ ആ ബിന്ദുവിനെ, സർവാനന്ദമയ ചക്രം എന്നറിയപ്പെടുന്ന ആ ബിന്ദുവിലേക്ക് പുഷ്പം അർപ്പിക്കുന്നതാണ് ബിന്ദു തർപ്പണം. ആ ബിന്ദു തർപ്പണത്തിലൂടെ സന്തുഷ്ടയാകുന്ന ദേവി ലളിതാംബിക. ഈ ബിന്ദുവിൽ പുഷ്പമർപ്പിക്കുന്നതിനെ വിശേഷ അർഘ്യ എന്ന് പറയുന്നു. അതിലൂടെ സന്തുഷ്ടയാകുന്ന ദേവി ലളിതാംബിക. 975 നാമം പൂർവജ. ഈ പ്രപഞ്ചത്തിൽ മറ്റെല്ലാറ്റിനും മുൻപേ അവതരിച്ച ദേവി ലളിതാംബിക. എല്ലാറ്റിനും പൂർവികയായിരിക്കുന്ന, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാറ്റിൻ്റെയും പൂർവികയായ ദേവി ലളിതാംബിക. 976 നാമം ത്രിപുരാംബിക. ശ്രീചക്രത്തിന് 9 ആവരണങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഈ ആവരണങ്ങൾക്കെല്ലാം ഓരോ അധീശ്വരിമാരുണ്ട്. ഈ 9 പേരും ശ്രീ ലളിതാ ത്രിപുര സുന്ദരി തന്നെയാണ്. ദേവിയുടെ ഓരോ ഭാവങ്ങളാണ്. ഈ 9 ദേവിമാരെ പറ്റിയും പലപ്പോഴായിട്ട് ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നുണ്ട്. ത്രിപുര, ത്രിപുരേശി, ത്രിപുരസുന്ദരി, സുവാസിനി, ത്രിപുരശ്രീ, മാലിനി, സിദ്ധേശ്വരി, ത്രിപുരാംബിക, മഹാത്രിപുരസുന്ദരി. ഇവരൊക്കെയാണ് ഈ 9 ആവരണങ്ങളുടെ അധീശ്വരിമാർ. അപ്പോൾ ത്രിപുരാംബിക ശ്രീചക്രത്തിൻ്റെ 8ാം ആവരണത്തിൻ്റെ അധീശ്വരിയാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവയുടെ
അധീശ്വരിയായിട്ടാണ് ത്രിപുരാംബികയെ പറയുന്നത്. ഇനി ത്രിപുരങ്ങൾക്കും അമ്പയായ ദേവി ലളിതാംബിക. ത്രിപുരങ്ങളായി പലതിനെയും പറയാം. സൃഷ്ടി, സ്ഥിതി, സംഹാരം ത്രിപുരങ്ങളാണ്. ഭുർ, ഭുവ, സ്വഹ ത്രിപുരങ്ങളാണ്. കാരണശരീരം, സൂക്ഷ്മശരീരം, സ്ഥൂല ശരീരം, ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി എന്നീ അവസ്ഥകൾ, ഇതിനെയെല്ലാം ത്രിപുരങ്ങളായി പറഞ്ഞാലും ഇവയ്ക്കെല്ലാം അമ്മയായിരിക്കുന്ന ദേവി ലളിതാംബിക. 977 നാമം ദശമുദ്ര സമ ആരാധ്യ. ദശമുദ്രകളാൽ ആരാധിക്കപ്പെടുന്നവൾ. നമ്മൾ ശ്രീചക്രത്തിൻ്റെ നവവാരണ പൂജയെപ്പറ്റി പറഞ്ഞു. ആ പൂജാ സമയത്ത് സാധകൻ ശ്രീലളിത ത്രിപുരസുന്ദരിയോട് ആശയവിനിമയം നടത്തുന്നത്, സംവദിക്കുന്നത്, സംസാരിക്കുന്നത് ഈ മുദ്രകളിലൂടെയാണ്. ശ്രീചക്രത്തിലുള്ള 10 മുദ്രാദേവിമാരുടെ പേര് തന്നെയാണ് ഈ മുദ്രകൾക്ക്. സർവസംക്ഷോഭിണി, സർവവിദ്രാവിണി, സർവാകർഷിണി, സർവവശങ്കരി, സർവോന്മാദിനി, സർവമഹാങ്കുശ, സർവഖേചരി, സർവബീജ, സർവയോനി, സർവത്രികണ്ഠ എന്നീ 10 മുദ്രകൾ. 978 നാമം ത്രിപുര ശ്രീവശങ്കരി. ത്രിപുരശ്രീ, ശ്രീചക്രത്തിൻ്റെ 5ാം ആവരണത്തിൻ്റെ അധീശ്വരിയാണ് ത്രിപുരശ്രീ. ആ ത്രിപുരശ്രീയുടെയും അധീശ്വരിയായ ആ ത്രിപുരശ്രീ ആർക്കാണ് വശപ്പെട്ടിരിക്കുന്നത്? ശ്രീ ലളിതാ ത്രിപുരസുന്ദരിക്കാണ്. അതിനാലാണ് ദേവിയെ ത്രിപുര ശ്രീ വശങ്കരി എന്ന് വിളിക്കുന്നത്. 979 നാമം ജ്ഞാനമുദ്ര. ജ്ഞാനമുദ്രയായി പറയുന്നത് ചിന്മുദ്ര. ആ പരമാത്മാവിൻ്റെയും ജീവാത്മാവിൻ്റെയും ഒരു സംയോഗത്തെയാണ് ചിന്മുദ്ര സൂചിപ്പിക്കുന്നത്. ചൂണ്ടുവിരലും തള്ളവിരലും ചേർത്ത് പിടിക്കുന്ന ചിന്മുദ്ര അല്ലെങ്കിൽ ജ്ഞാനമുദ്ര. ആ ജ്ഞാനമുദ്രയായി തന്നെ ഇരിക്കുന്ന ദേവി ലളിതാംബിക. 980 നാമം ജ്ഞാനഗമ്യ. ദേവി ആത്യന്തികമായ പരമമായ ജ്ഞാനമായിരിക്കുന്ന ജ്ഞാനസ്വരൂപിണിയാണ് ദേവി എന്ന് പറഞ്ഞു. ദേവി ജ്ഞാനത കൂടിയാണ്. ജ്ഞാനം നൽകുന്നവളാണ് ജ്ഞാനത. ദേവി ഇപ്പോൾ ജ്ഞാനഗമ്യയാണ് എന്ന് പറയുന്നു. ജ്ഞാനമാകുന്ന പാതയിലൂടെ സഞ്ചരിച്ചാൽ മാത്രം എത്തിപ്പെടാവുന്ന ദേവി ലളിതാംബിക. ജ്ഞാനമാർഗത്തിലൂടെ മാത്രമേ ദേവിയെ അറിയുക സാധ്യമായുള്ളൂ.